അതെ, നമുക്കിന്നൊരു ജേണൽ ചെയ്ത് നോക്കിയാലോ? ഈ ജേണൽ ചെയ്യാൻ വലിയ പിടുത്തൊന്നുമില്ല, എന്നാലും ഇതിനിത്ര വലിയ കഴിവൊന്നും വേണമെന്നില്ല. നമുക്കിഷ്ടമുള്ള ഒരു ബുക്കിൽ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യുന്നതാണല്ലോ നമ്മൾ ജേണലെന്ന് വിളിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, എന്നാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണത് ദി സ്റ്റാറി നൈറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ പേജുള്ള ഒരു ബുക്കിലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് ഒരു അല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ജേണലാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ കാർഡ്സ് ഉണ്ടല്ലോ, പോളറോയിഡ്സ് പോലുള്ളത്, അത് ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്ത് ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കണതാട്ടാ. പിന്നെ ഈ ജേണലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ജേണൽ കിറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഇതിനാവശ്യമുള്ള എല്ലാ സ്റ്റിക്കറുകളും നോട്ട് പാഡും എല്ലാം വാഷി ടൈപ്പ് അടക്കം ഇതിൽ നിന്ന് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ജേണലിൻ്റെ ഫ്രണ്ട് പേജ് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് കേട്ടോ. അത് വരച്ചേക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ചിത്രകാരനാണ്. ആളുടെ പേര് വിൻസെൻ്റ് വാൻ ഗോഗ് എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാനസികാരോഗ്യം പ്രശ്നങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദവും കാരണം പ്രാന്താശുപത്രിയിൽ വരെ അദ്ദേഹം കിടന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരിക്കൽ സുഹൃത്തായിട്ടുള്ള തർക്കത്തിന് ശേഷം സ്വന്തം ചെവിയുടെ ഒരു ഭാഗം വരെ അദ്ദേഹം മുറിച്ച് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മാനസിക നില വളരെയധികം മോശമാകുകയും പിന്നെ ഫ്രാൻസിലെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചേർക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ ഈ വെട്ടിയെടുത്ത പുള്ളി ഉണ്ടല്ലോ, ആളാണ് വിൻസെൻ്റ് വാൻ ഗോഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നില മോശമാവാനും കുറേ ജീവിതത്തിൽ കാരണങ്ങളുണ്ട്. ദാരിദ്ര്യവും കുറ്റബോധവും അങ്ങനത്തെ കുറേ കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടക്കുമ്പോഴാണ് ദ സ്റ്റാറി നൈറ്റ്സ്, സൺഫ്ലവേഴ്സ് പോലെയുള്ള ഭയങ്കര ലോകപ്രശസ്തമായിട്ടുള്ള ഈ ചിത്രങ്ങളൊക്കെ അദ്ദേഹം വരയ്ക്കുന്നത്. പക്ഷെ എന്ത് പറയാനായിട്ടാ, ജീവിതത്തിൽ അദ്ദേഹം ആകെ ഒരു ചിത്രം മാത്രമേ വിറ്റിട്ടുള്ളൂ. ജീവിതത്തിൽ സഹോദരന് വേണ്ടിയിട്ട് 800-ലധികം കത്തുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 200-ലധികം ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഒരു ചിത്രം മാത്രം വിറ്റുള്ളെങ്കിലും ഇന്ന് ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് കോടികളാണ് വില വരുന്നത്. ജീവിതത്തിൽ അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ദ സാഡ്നെസ് വിൽ ലാസ്റ്റ് ഫോർ എവർ. അതായത് ശരിക്കും പറഞ്ഞു വന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ജീവിച്ചിരുന്നപ്പോൾ ആരും മനസ്സിലാക്കിയില്ല. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജേണൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ നന്ദി, വണക്കം. വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.